പിരി ലൂസുണ്ടോ എന്ന ആളുകൾ എന്നെ കുറിച്ച് പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് വെറും ഒരു ഭാഗ്യം കൊണ്ട് ലഭിച്ചതാണ്. ഒരു ഡോക്ടറായ നിനക്ക് ഇതിൽ കൂടുതലൊന്നും വളർച്ച യൂട്യൂബിലൊന്നും പ്രതീക്ഷിക്കേണ്ട, ഇവരൊക്കെ അപമര്യാദയായി പെരുമാറിയാലോ എന്നുള്ളൊരു ശങ്ക ഉണ്ടായിരുന്നു തുടക്കത്തിൽ. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ അതിയായ ആഗ്രഹമെന്നുണ്ടെങ്കിൽ അതിന് പ്രായമൊന്നും ഒരു പരിമിതിയേ അല്ല. ഈ തളച്ചിക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ? ഇക്കാര്യത്തെക്കുറിച്ച് മാത്രമാണോ പറയാനുള്ളത്? ഏത് കാര്യം? ഇത് എന്നെക്കുറിച്ച് കുറച്ച് ആളുകളൊക്കെ വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ എഴുതുന്ന കമൻ്റാണ് കേട്ടോ. നമസ്കാരം, ഞാൻ ഡോക്ടർ സീതാലക്ഷ്മി. ഡോക്ടർ സീത എന്ന പേരിലാണ് കൂടുതൽ ആളുകൾ എന്നെ അറിയുന്നത്. കുറേ കാലം ഗൈനക്കോളജിസ്റ്റായി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ കുറച്ച് വർഷമായി പ്രധാനമായും സെക്ഷൽ മെഡിസിനാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. കൂടാതെ 3 യൂട്യൂബ് ചാനലുകളും നടത്തി വരുന്നു. ഇതിൽ ഡോക്ടർ സീതാസ് മൈൻഡ് ബോഡി കെയർ എന്ന 1.3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിലൂടെ ഇൻഫെർട്ടിലിറ്റി, പ്രഗ്നൻസി, സെക്ഷൽ മെഡിസിൻ, റിലേഷൻഷിപ്പ്, കൗൺസിലിംഗ്, ന്യൂട്രീഷൻ, ലൈഫ് സ്റ്റൈൽ എന്നിങ്ങനെ ഞാൻ പഠിച്ചെടുത്തിട്ടുള്ള വിവിധ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവുകളെല്ലാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ചാരിതാർത്ഥ്യം അനുഭവപ്പെടാറുണ്ട്. കാരണം പഠിപ്പിക്കുക അഥവാ അധ്യാപനം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ഞാൻ പണ്ട് പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത് എനിക്ക് ഈ പഠിപ്പിക്കൽ ഇത്ര ഒരു പാഷനാണെന്ന് തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് പിന്നീട് പലപ്പോഴുമായിട്ട് എനിക്ക് ഒരു പശ്ചാത്താപവും ഖേദവും എല്ലാം തോന്നിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ചേരാമായിരുന്നല്ലോ എന്നൊക്കെ. പ്രത്യേകിച്ചും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെല്ലാം നേരിട്ട സമയമുണ്ടല്ലോ. അപ്പോഴാണല്ലോ പലപ്പോഴും നമുക്കൊക്കെ അത് ചെയ്തില്ലല്ലോ, അയ്യോ ഇത് ചെയ്തില്ലല്ലോ ഒക്കെ തോന്നുന്നത്. അതേപോലെ എൻ്റെ ജീവിതത്തിലും ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെയാണ് എനിക്ക് ഈ തോന്നൽ വന്നിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട പലവിധ വെല്ലുവിളികളും അവ തരണം ചെയ്യുവാൻ ഞാൻ പഠിക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത പല മാർഗങ്ങളുമെല്ലാം എന്നെ മറ്റുള്ളവരുടെ വിഷമങ്ങളെല്ലാം കൂടുതൽ മനസ്സിലാക്കുവാനും അവരുമായിട്ട് നല്ല രീതിയിൽ എംപത്തൈസ് ചെയ്യുവാനും ഒരുപാട് സഹായിക്കുന്നുണ്ട്. സംഭവിച്ചതെല്ലാം നല്ലതിനാണ് എന്നൊരു തിരിച്ചറിവ് ഇപ്പോൾ എനിക്കുണ്ട്. പഠിപ്പിക്കുന്നത് കൂടാതെ പഠിക്കുന്നതും എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സൈക്കോളജി, കൗൺസിലിംഗ് എന്നീ വിഷയങ്ങളിൽ നൈസർഗികമായ ഒരു വാസന ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചും മറ്റു പല വിഷയങ്ങളെക്കുറിച്ചുമെല്ലാം ധാരാളം കോഴ്സുകൾ ഞാൻ എപ്പോഴും ചെയ്യുവാൻ ശ്രദ്ധിക്കുമായിരുന്നു. ഇപ്പോഴും ചെയ്തുകൊണ്ടേ തന്നെയാണ് ഇരിക്കുന്നത്. ഈ അടുത്താണ് ഒരു പരീക്ഷയൊക്കെ പാസ്സായത്. എന്നാൽ ഇങ്ങനെ ഞാൻ ഈ പഠിച്ചു കൂട്ടുന്നതിനിടയിൽ പലപ്പോഴും പലരുടെയിൽ നിന്നും പലതരം വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിനക്കെന്താ വേറെ പണിയൊന്നുമില്ലേ, ആവശ്യമില്ലാതെ എന്തിനതൊക്കെ പഠിച്ചു കൂട്ടുന്നത് എന്നൊരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇവൾക്കൊരു പിരി ലൂസുണ്ടോ എന്ന ആളുകൾ എന്നെക്കുറിച്ച് പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിതൊന്നും അത്ര കാര്യമാക്കാറേ ഇല്ല. എന്നാൽ ഈ പരീക്ഷയൊക്കെ വരുന്ന സമയത്ത് ഞാൻ ടെൻഷൻ അടിക്കുക മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിനെയും കുട്ടികളെയും എല്ലാം ടെൻഷൻ അടിപ്പിക്കും. അത് വേറെ കാര്യം. എന്തായാലും ഈ പഠിച്ചെടുത്ത കാര്യങ്ങളെല്ലാം അതിൽ കുറച്ചെങ്കിലും ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? അതിനെന്ത് ചെയ്യും എന്ന് ഞാൻ ഇങ്ങനെ തലപുകഞ്ഞ് ആലോചിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ ഒരു പേഷ്യൻ്റ് എന്നോട് പറഞ്ഞത്, മാഡം യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്ന്. ശരി, ഒരു കൈ നോക്കാം എന്ന് കരുതി ഞാനും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഗവേഷണം ചെയ്തു തുടങ്ങി. കൂടുതൽ ഗവേഷണം ചെയ്യുന്തോറും എനിക്ക് ആദ്യമായി തുടങ്ങി, അയ്യോ ഇതൊന്നും എനിക്ക് പറ്റുന്ന കാര്യമല്ല, ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ എന്ത് സ്മാർട്ടായിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്, എന്നെ കൊണ്ടതൊന്നും പറ്റില്ല എന്നൊരു തോന്നലായി. പിന്നീട് ഒരു ദിവസം ഞാൻ ഒരു ഇംഗ്ലീഷ് വീഡിയോയിൽ ഒരു യുവാവ് പറയുന്നത് കേട്ടു, നിങ്ങൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കിയ ശേഷം ഒരു ചാനൽ തുടങ്ങാൻ നിന്നാൽ ഈ ജന്മത്തത് സാധിക്കില്ല. അറിയുന്ന വിവരങ്ങൾ വെച്ച്, ഉള്ള സൗകര്യങ്ങൾ വെച്ച് തുടങ്ങുക, പതുക്കെ മുന്നേറാം. ഈ വാക്കുകൾ എനിക്ക് ഒരുപാട് പ്രചോദനം നൽകുന്നവയായിരുന്നു. അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പേരുമെല്ലാം സംഘടിപ്പിച്ച് ഞാൻ പതുക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്തു തുടങ്ങി. യൂട്യൂബിൽ ഈ സെക്ഷുവൽ ഹെൽത്തിനെ കുറിച്ചിട്ട് കുറച്ച് വീഡിയോസ് എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തത് കണ്ടിട്ടാണ് കൂടുതൽ ആളുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി എന്നെ ചികിത്സയ്ക്കായി സമീപിക്കുന്നത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ആളുകൾ ധാരാളം ഉണ്ടെന്നും ലൈംഗികതയെക്കുറിച്ചിട്ട് കാര്യമായിട്ടുള്ള ഒരു അറിവ് പലർക്കും ഇല്ല എന്നത് മാത്രമല്ല, തെറ്റായ അറിവുകളാണ് ഒരുപാട് ആളുകൾക്കുള്ളത് എന്നുള്ള സത്യവും ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത്. ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ ആരെ ചെന്ന് കാണണം എന്നറിയാതെ നീറി കഴിയുകയാണ്. ആദ്യമൊന്നും എൻ്റെ വീട്ടുകാർക്കൊന്നും അത്രയ്ക്കൊന്നും ഒരു സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ വീഡിയോൻ്റെ പുറകെയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ. എൻ്റെ മൂത്ത മകനാണ് എനിക്ക് വീഡിയോ എല്ലാം എളുപ്പത്തിൽ ചെയ്യുവാനും എഡിറ്റ് ചെയ്യുവാനും അതേപോലെ ലൈവ് എല്ലാം ചെയ്യുവാനുമുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്നത്. പതുക്കെ ഒരു 1 lakh സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡും ഇളയ മകനും ഓക്കെ ഇത് കുഴപ്പമില്ലല്ലോ എന്ന മട്ടായി. അതിനുശേഷം ഇതുവരെ ഇവർ 3 പേരും എനിക്ക് നല്ലൊരു സൈലൻറ്റ് സപ്പോർട്ടായിട്ടാണുള്ളത്. സൈലൻറ്റ് സപ്പോർട്ടൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയാനൊരു കാരണമുണ്ട് കേട്ടോ.
എനിക്ക് കുറച്ച് പരിഭവമുണ്ട്, കുറച്ച് വിഷമമുണ്ട്. ഇവർ ആരും തന്നെ ആക്റ്റീവായിട്ടൊന്നും ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവർ പുറകിൽ നിന്ന് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ, ഇടയ്ക്കൊക്കെ കുറച്ച് വീഡിയോസിനൊക്കെ വരണം, ഇടയ്ക്കൊക്കെ കുറച്ച് എഡിറ്റിങ്ങിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഒന്ന് സഹായിക്കണം എന്നാണ്. എൻ്റെ ഹസ്ബൻഡ് പണ്ടൊക്കെ ഇടയ്ക്കൊക്കെ ഒരു വീഡിയോസിൽ വരുമായിരുന്നു. അതും ഒരുപാട് പ്രാവശ്യം ഇമോഷണലി ബ്ലാക്ക് മെയിൽ എല്ലാം ചെയ്ത് പ്ലീസ് വരണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പോൾ അദ്ദേഹം വരാറേ ഇല്ല. എപ്പോഴെങ്കിലും വരുമെന്ന ഒരു പ്രതീക്ഷയിലാണ്, വിശ്വാസത്തിലാണ് ഞാൻ. കുട്ടികൾ രണ്ടുപേരും തിരിഞ്ഞേ നോക്കാറില്ല. അത് പോട്ടെ, ഞാൻ ജസ്റ്റ് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. യൂട്യൂബിലൂടെ ഞാൻ ഈ ലൈംഗികതയെക്കുറിച്ചിട്ടും ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ചുമെല്ലാം ഇട്ട 2-3 വീഡിയോസ് എല്ലാം കണ്ടാണ് കൂടുതൽ ആളുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി എന്നെ സമീപിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ നേരിടുന്ന ധാരാളം മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും ഞാൻ ആഴത്തിൽ അറിഞ്ഞു തുടങ്ങി. ഒരുപാട് ആളുകൾക്ക് കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ്. ചിലരുടെ കാര്യത്തിൽ ഭാര്യയ്ക്ക് വജൈനിസ്മസ് എന്ന അവസ്ഥ കൊണ്ടാണ് ഇങ്ങനെ ബന്ധപ്പെടാൻ പറ്റാതെ വരുന്നത്. വജൈനിസ്മസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ അതിനെ യോനി സങ്കോചം എന്നാണ് വിളിക്കുന്നത്. അതായത് ഈ ബന്ധപ്പെടുമ്പോൾ വേദന വരുമോ എന്ന പേടി കാരണം ആ വജൈനൽ മസിൽസും, ഇനി സിവിയർ ആയിട്ടുള്ള കേസസിൽ നമ്മുടെ ആ തുട, അതേപോലെ കാലുകൾ, അതേപോലെ ബാക്ക്, ഇതെല്ലാം സ്പാസമാവുകയും സ്ത്രീ ഇങ്ങനെ പുറകോട്ട് മാറുകയും ആകെ മൊത്തം ഒരു വിഷമിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത് കാരണം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബന്ധപ്പെടാൻ പറ്റാത്ത നിരവധി ദമ്പതികളെ ഞാൻ കൺസൾട്ടേഷനിലൂടെ കണ്ടു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ വിഷമമായി. ഇവരെയൊക്കെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ സഹായിക്കണമല്ലോ എന്ന് കരുതി തുടക്കത്തിൽ ഈ വന്നു പോകുന്ന ചികിത്സയാണ് ഞാൻ കൊടുത്തിരുന്നത്. അതായത് ഒരിക്കൽ വരും ദമ്പതികൾ, അവർക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും, എന്നിട്ട് അവർ വീട്ടിൽ പോകും. ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ അതെല്ലാം ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ പറയും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ എനിക്ക് നേരിട്ട പ്രശ്നം എന്തെന്ന് വെച്ചാൽ, പലപ്പോഴും ഈ ദമ്പതികളെല്ലാം നമ്മൾ പറയുന്ന പോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യില്ല. അവർ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാനും സാധ്യമല്ല. കൃത്യമായിട്ട് പലരും ഫോളോ അപ്പ് ചെയ്യുകയും ഇല്ല. ഇനി ഫോളോ അപ്പ് ചെയ്താൽ തന്നെ അവസാനം നമ്മൾ ഓക്കെ, ഇനി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഏകദേശം ശരിയായി, ഇനി നിങ്ങൾ വീട്ടിൽ പോയി ട്രൈ ചെയ്തോ എന്ന് പറഞ്ഞാലും ശരിയായി കഴിഞ്ഞാൽ പലരും നമ്മളോട് റിപ്പോർട്ട് ചെയ്യുമായിരുന്നില്ല. നമുക്കത് അറിയാൻ വേറെ മാർഗവും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നറിയാതെ എനിക്ക് കുറച്ചൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ കരുതി അറ്റ്ലീസ്റ്റ് 50 to 60% ആളുകൾക്കെങ്കിലും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ. ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്കറിയാവുന്ന വേറെ കുറച്ച് ഡോക്ടർമാരെല്ലാം ഇങ്ങനെ സെക്ഷൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവർ, അവർക്കൊക്കെ ഇത്ര പോലും റിസൾട്ട് കിട്ടുന്നില്ല, എനിക്ക് ഇത്രയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്ന് ഞാൻ കുറച്ച് ആശ്വസിച്ചു. ഇങ്ങനെ ഒരു ഗൈനക്കോളജിസ്റ്റിൽ നിന്നും ഒരു യൂട്യൂബറായിട്ടും സെക്ഷൽ ഹെൽത്ത് കൺസൾട്ടൻ്റായിട്ടും ഞാൻ പാത മാറി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട് കേട്ടോ. സ്ത്രീ പുരുഷ ഭേദമല്ലാതെ നമ്മൾ എല്ലാ പേഷ്യൻസിനെയും ചികിത്സിക്കണം. ചിലപ്പോഴൊക്കെ ആണുങ്ങൾ മാത്രമായിരിക്കും കൺസൾട്ടേഷന് വരിക. അപ്പോൾ ഇവരൊക്കെ അപമര്യാദയായി പെരുമാറിയാലോ എന്നുള്ളൊരു ശങ്കയുണ്ടായിരുന്നു തുടക്കത്തിൽ. മാത്രമല്ല എനിക്ക് അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാനും അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുവാനും ചെറിയൊരു ചമ്മലെല്ലാം തുടക്കത്തിലുണ്ടായിരുന്നു. ആ ചമ്മലെല്ലാം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടി. എന്നാൽ ഇവർ അപമര്യാദയായി പെരുമാറാതിരിക്കുവാൻ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, ഇനി അവർ അങ്ങനെ പെരുമാറിയാൽ എന്ത് ചെയ്യും, ഇതിനെക്കുറിച്ചിട്ടെല്ലാം എനിക്ക് ചോദിച്ചറിയുവാൻ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. കാരണം ഈ മേഖലയിൽ ലേഡി ഡോക്ടേഴ്സ് അധികമില്ല നമ്മുടെ നാട്ടിലെങ്കിലും. എന്നാൽ നാളിന്നേ വരെ ഒരാളുടെ നിന്ന് പോലും ഒരു അപമര്യാദയായ പെരുമാറ്റം പോലും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അതൊരു വലിയൊരു ആശ്വാസമായി കേട്ടോ. ഇതുകൂടാതെ യൂട്യൂബ് തുടങ്ങിയത് സംബന്ധിച്ചും എനിക്ക് കുറച്ച് വിമർശനങ്ങളും കുറച്ച് പ്രശ്നങ്ങളും എല്ലാം നേരിടേണ്ടി വന്നു. എന്നാൽ ആ പ്രശ്നങ്ങളെല്ലാം ഞാൻ എനിക്ക് ഒരു ഉപകാരപ്രദമായിട്ടുള്ള ആ ഒരു കാര്യമാക്കി മാറ്റുകയാണ് ചെയ്തത്. അതിനെക്കുറിച്ച് കേൾക്കട്ടെ. യൂട്യൂബ് സിൽവർ ബട്ടൺ കിട്ടിയപ്പോൾ, അതായത് 1 lakh സബ്സ്ക്രൈബേഴ്സ് കിട്ടുമ്പോഴാണല്ലോ നമുക്ക് ആ സിൽവർ ബട്ടൺ കിട്ടുന്നത്. അങ്ങനെ സിൽവർ ബട്ടൺ കിട്ടിയപ്പോൾ ഇത് വെറും ഒരു ഭാഗ്യം കൊണ്ട് ലഭിച്ചതാണ്, ഒരു ഡോക്ടറായ നിനക്ക് ഇതിൽ കൂടുതലൊന്നും വളർച്ച യൂട്യൂബിലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് നിസ്സാരമാക്കി കമൻറ്റ് ചെയ്തു അടുത്തൊരു ബന്ധു. ഇതെനിക്ക് ഒരുപാട് വിഷമമുണ്ടാക്കി. എന്നെ താഴ്ത്തിക്കെട്ടാനായി പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത്. ശരിയാണ്, ഭാഗ്യം ഒരു ഘടകം തന്നെയാണ്. എന്നാൽ എൻ്റെ കഠിനാധ്വാനത്തിന് ഒരു വിലയും ഇല്ലേ? എനിക്ക് വലിയ സങ്കടമായി 1-2 ദിവസം. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു ഈ ഒരു കമൻറ്റിനെ എൻ്റെ ബെസ്റ്റ് മോട്ടിവേഷൻ ടൂളായിട്ട് ഉപയോഗിക്കുമെന്ന്. ഈ ഒരു കമൻറ്റ് കാരണം മാത്രമാണ് എനിക്ക് അടുത്ത ഒരു 2 വർഷത്തിനുള്ളിൽ യൂട്യൂബിൽ 1 million സബ്സ്ക്രൈബേഴ്സ് നേടുവാനും ഗോൾഡ് ബട്ടൺ കിട്ടുവാനുമുള്ള ആ ഒരു സാഹചര്യം ഉണ്ടായത്. ഇടയ്ക്കൊക്കെ എനിക്ക് അയ്യോ ഇനി വയ്യ, വീഡിയോസ് ചെയ്യാനും വയ്യ, എഡിറ്റ് ചെയ്യാനും വയ്യ, ആകെ മടുത്തു എന്നിരിക്കുമ്പോൾ ഈ ഒരു കമൻറ്റാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഇയാളിങ്ങനെ പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു ചലഞ്ച് ഇതാക്കിയിട്ട് നമ്മൾ ആ ഒരു 1 million നേടി
കാട്ടിക്കൊടുക്കണം എന്ന ആ ഒരു വാശി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. നല്ല തരത്തിലുള്ള വാശിയാണോ ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും എനിക്കിങ്ങനെ ഒരു ചാലഞ്ചസ് ഒക്കെ ഉള്ളപ്പോഴാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുന്നത്. അതല്ലെങ്കിൽ ഞാനിങ്ങനെ ഒടിഞ്ഞു തൂങ്ങി നിൽക്കും. അപ്പോൾ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ കിട്ടിയതിനും മാത്രമല്ല ഇപ്പോൾ ഞാൻ ഈ നിലയിൽ എത്തി നിൽക്കുവാൻ യൂട്യൂബ് ഒരു പ്രധാന കാരണം തന്നെയാണ് കേട്ടോ. അതിനൊക്കെയും ഞാൻ ആ ബന്ധുവിനോട് വളരെയധികം കടപ്പെട്ടിരിക്കണം. അങ്ങനെ ഇരിക്കുകയാണ് UK-യിൽ നിന്നും ഒരു കപ്പിൾ 3 ആഴ്ചത്തെ ലീവിനെന്ന് പറഞ്ഞ് നാട്ടിൽ എത്തിയത്. അവർക്ക് കല്യാണം കഴിഞ്ഞ് 5 വർഷമായി. ഇതുവരെ ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. ഭാര്യയുടെ വജാനിസ്മസ് ആണ് കാരണം. 3 ആഴ്ചയെ ലീവുള്ളൂ, എങ്ങനെയെങ്കിലും ഇത് ശരിയാക്കി തരണം, ഞങ്ങൾ വന്ന് അവിടെ വന്ന് അഡ്മിറ്റായി നിൽക്കാം എന്ന് പറഞ്ഞ് അവരെന്നെ കാണാൻ വന്നു. എനിക്കാകെ ആദിയായി. ദൈവമേ, 6 മാസം പേഷ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോയാലും ഒരു 50-60% ആളുകൾക്ക് ശരിയാവുന്നുള്ളൂ. ഈ 3 ആഴ്ച കൊണ്ട് എന്ത് നേടാനാണ്? ഞാൻ അവരെ ഒരുപാട് നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു, ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞു, അവർ കൂട്ടാക്കിയില്ല. എനിക്ക് എന്നിലുണ്ടായിരുന്ന വിശ്വാസത്തിനേക്കാൾ കൂടുതൽ അവർക്ക് എന്നിലുള്ള വിശ്വാസമായിരുന്നു. എന്തായാലും അവർ അഡ്മിറ്റായി. ഒരുപാട് ഗവേഷണം ചെയ്ത് ഒരുപാട് സ്ഥലത്തു നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്ത് മാല പോലെ കോർത്തിണക്കി ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതി രൂപീകരിച്ചെടുത്തു ഞാൻ ഈ ഒരു കപ്പിളിന് വേണ്ടി. അത്ഭുതമെന്ന് പറയട്ടെ, 2 ആഴ്ച കൊണ്ട് അവരുടെ പ്രശ്നമെല്ലാം സോൾവായി. മാത്രമല്ല അവരുടെ റിലേഷൻഷിപ്പിലും വളരെയധികം കുറച്ച് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാനും ഈ ട്രീറ്റ്മെൻറ്റ് മൂലം നമുക്ക് പറ്റി. അവർ സന്തോഷത്തോടെ പോയി. അതിനുശേഷം 2-3 പേഷ്യൻസിനും ഇതേപോലെ നല്ല സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് വിടാൻ പറ്റി. പിന്നെയും ഒരുപാട് പേഷ്യൻസ് വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി തീരുമാനിച്ചു, ശരി, ഇവർക്ക് എല്ലാവർക്കും കൂടി ബാച്ചായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം. വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കുവാനും അതേപോലെ സമയം ലാഭിക്കുവാനുമായിരുന്നു അങ്ങനെ ബാച്ചായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചത്. എന്നാൽ പിന്നീട് മനസ്സിലായി ഇങ്ങനെ ബാച്ച് ട്രീറ്റ്മെൻ്റ് ആണ് ഏറ്റവും സക്സസ് തരുന്ന ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എന്ന്. ഈ ഒരു ബാച്ച് തെറാപ്പി തുടങ്ങുന്നതാണ് എൻ്റെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ ഒരു വഴിത്തിരിവ്. ഇതാണ് എൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു വഴിത്തിരിവും. ഞാൻ പ്ലാൻ ചെയ്തിട്ടല്ല ഈ ഒരു കാര്യം നടന്നത്. എങ്ങനെയോ നടന്നു, ആരോ നടത്തിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്, ഞങ്ങൾക്ക് തോന്നിയത്. അതിനുശേഷം പിന്നീട് പിന്തിരിഞ്ഞ് നോക്കേണ്ടിയേ വന്നിട്ടില്ല. ഇതാണ് എൻ്റെ കോളിംഗ്. ഇതാണ് ദിസ് ഈസ് വാട്ട് ഐ എം മെന്റ് ഫോർ. ഇതാണ് എൻ്റെ നിയോഗം എന്നാണ് എനിക്ക് തോന്നിയത്, എന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. ഞാൻ വളരെ പാഷനേറ്റായി ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമാണിത്. ശരിയാണ്, ഇടയ്ക്കൊക്കെ തോന്നും, എന്തൊരു കഷ്ടം, ഇവരൊക്കെ ശരിയാക്കി എടുക്കണ്ടേ, എനിക്ക് വയ്യ, എവിടെയെങ്കിലും പോയാൽ മതി എന്നൊക്കെ തോന്നും. എന്നിരുന്നാലും ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്, വളരെയധികം ഫുൾഫിൽമെൻറ്റ് കിട്ടുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ. ഇങ്ങനെ കുറേയധികം കപ്പിൾസിന് നമ്മൾ 10 ബാച്ചസിലായി ഇതുവരെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മാത്രം പോരാ. കാരണം ഇങ്ങനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുവാൻ എല്ലാവർക്കും പറ്റില്ല. അപ്പോൾ ബേസിക്കായിട്ടുള്ള പ്രശ്നം എന്താണ്? നമുക്ക് ഈ സെക്സിനെ കുറിച്ചിട്ടോ സെക്ഷ്വാലിറ്റിയെ കുറിച്ചിട്ടോ എന്നുള്ള അവബോധം അല്ലെങ്കിൽ നോളജ് ഇല്ലാത്തതാണ്. അപ്പോൾ അതിനുവേണ്ടി വിവാഹത്തിന് മുൻപ് തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന യുവതി യുവാക്കൾക്ക് തക്കതായിട്ടുള്ള നോളജ് സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചും റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും ബാക്കി കാര്യങ്ങളെക്കുറിച്ചും എല്ലാം കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന സെമിനാറുകൾ നടത്തുവാനുള്ള തുടക്കത്തിലാണ്, ഒരു പുറപ്പാടിലാണ് ഞാൻ. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഏകദേശം റെഡിയായി കഴിഞ്ഞു. അതേപോലെ പൊതുജനം അറിയുവാൻ ആഗ്രഹിക്കുന്ന പലതരം മെഡിക്കൽ ടോപ്പിക്സിനെ കുറിച്ചും അതേപോലെ സെക്സിനെ കുറിച്ചിട്ടും സെക്ഷൽ ടോപ്പിക്സിനെ കുറിച്ചിട്ടും എല്ലാം ചെറിയ ചെറിയ വീഡിയോ കോഴ്സസ് ഡോക്ടർ സീതാസ് അക്കാഡമി എന്ന എൻ്റെ ആപ്പിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ഒരു തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇത് മാത്രമല്ല, ഒരുപാട് ഡോക്ടേഴ്സ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, അവർക്കും ട്രെയിനിങ് കൊടുക്കാമോ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം അവരുടെ സെൻറ്ററിൽ ചെയ്യുവാനെന്ന്. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം ഒരുപാടധികം ആൾക്കാരുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ. എന്നാൽ അവരെ ചികിത്സിക്കുവാനുള്ള ഡോക്ടർമാർ കുറവാണ്. ഇങ്ങനെ ഡോക്ടർമാർ കുറവായത് കൊണ്ടാണ് മുറി വൈദ്യന്മാർ, ക്വാക്സ് ധാരാളമുള്ളത് ഈ ഒരു സെക്ഷൽ മെഡിസിൻ ഫീൽഡിൽ. അപ്പോൾ അതില്ലാതിരിക്കാൻ ഒരുപാട് ഡോക്ടർമാർക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിങ് കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടെല്ലാവരോടും എനിക്ക് പറയുവാനുള്ളത്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് ഒരുപാട് ആഗ്രഹമുണ്ട്, നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരുപാട് പാഷനുണ്ട്, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ അതിയായ ആഗ്രഹമെന്നുണ്ടെങ്കിൽ അതിന് പ്രായമൊന്നും ഒരു പരിമിതിയേ അല്ല. നമുക്ക് ചിലപ്പോൾ 40 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 50 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 60 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും അതിനുള്ളൊരു അവസരം ഒത്തുവരിക. എപ്പോൾ അവസരം വന്നാലും 2 കൈ നീട്ടി അതിനെ സ്വീകരിക്കുക. ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് ടു സ്റ്റാർട്ട്. അപ്പോൾ
ആ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയാൽ ചെറിയ പ്രായത്തിൽ നമുക്ക് ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ പാഷൻ തിരിച്ചറിഞ്ഞാലും അത് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ നമുക്ക് അവസരം കിട്ടുന്ന സമയത്ത് ഇതെല്ലാം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷവും ചാരിതാർത്ഥ്യവും ലഭിക്കും. ജോഷ് ടോക്സിൽ വന്ന് സംസാരിക്കുവാൻ എനിക്ക് അവസരം തന്ന ജോഷ് ടോക്സിൻ്റെ ആ ടീം ലീഡേഴ്സിനോടും അഭിരാമിയോടും ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ നിന്നും ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നതിന്. തുടക്കത്തിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വീട്ടിലിരുന്ന് വീഡിയോ ചെയ്തേ ശീലമുള്ളൂ. ഇവിടെയൊക്കെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ചെറിയൊരു ടെൻഷനായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയി. സോ താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് കഴിവുണ്ടായിട്ടും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ജോലി ലഭിക്കുന്നില്ലേ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പ്രതിമാസം 58 രൂപ മാത്രം ചെലവാക്കിയാൽ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസോട് കൂടിയ അൺലിമിറ്റഡ് ആക്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങളെ പോലുള്ള ലക്ഷക്കണക്കിന് ഇംഗ്ലീഷ് ലേണേഴ്സുമായി സംസാരിച്ചുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ തന്നെ പിൻഡ് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ.